ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വരാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50-day ടൈം ടേബിളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് മുന്നേ സിലബസ് കവർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെ എല്ലാ വീഡിയോസും കാണുക. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റിനെയും SCRTനെയും ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം PDF നോട്ടുകൾ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ടെലഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇന്ത്യ ഭൂമിശാസ്ത്രത്തിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഇന്ത്യയിലെ വ്യവസായങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്ത്യ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം, ഭരണഘടന, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പൊതുജനാരോഗ്യം നമുക്ക് 2-3 ടോപ്പിക്കും കൂടി തന്നെ എടുക്കാനുള്ളൂ. ഇനി നെക്സ്റ്റ് വീക്ക് നമ്മൾ ഇന്ത്യ ചരിത്രവും കേരള ചരിത്രവും കൂടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. നമ്മൾ എടുത്തിട്ടുള്ളത് ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ SCRTനെ ബേസ് ചെയ്തിട്ടുള്ള പോയിൻറ്സും ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ വ്യവസായങ്ങളെ പറ്റി പറയുമ്പോൾ ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് ആരാണ്? ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജംഷഡ്ജി ടാറ്റയാണ്. ജംഷഡ്ജി ടാറ്റ. ഇന്ത്യയിലെ ആസൂത്രിത വ്യവസായ നഗരം, ജംഷഡ്പൂരാണ്. രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വയ്ക്കുക. ഇനി പരുത്തിത്തുണി വ്യവസായത്തെ പറ്റി പറയാനാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായം, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായമെന്നോ കൃഷി അധിഷ്ഠിത വ്യവസായമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പരുത്തിത്തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായം, ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. അപ്പോൾ പരുത്തിയുടെ ജന്മദേശം അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്നൊക്കെ പറയുന്നത് ഏതാ? ഇന്ത്യയാണ്. പരുത്തിയുടെ ജന്മദേശം, ലോകത്തെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇന്ത്യയാണ്. ഇനി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നതാണ് പരുത്തി. ഓക്കെ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താ? പരുത്തിയാണ്. ഇനി ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? ഗുജറാത്താണ്. എന്നാൽ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇനി കേരളത്തിലാണെങ്കിൽ ഒരു ജില്ലയിൽ മാത്രമേ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അതെവിടെയാ? പാലക്കാട്, ചിറ്റൂരാണ്. കേരളത്തിലെ പാലക്കാട്, ചിറ്റൂരാണ് പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ പരുത്തിയുടെ കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് ഏറ്റവും അനുയോജ്യം. കണ്ടോ? അപ്പോൾ ആ ടെമ്പറേച്ചർ പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ ഏത് മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം ചോദിച്ചിട്ടുള്ളതാണ്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണൊക്കെ ഇതിന് അനുയോജ്യമാണ്. ഏറ്റവും കൂടുതൽ ഏതാ? കറുത്ത മണ്ണാണ് ഇതിന് അനുയോജ്യം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത്, കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്. ഫോർട്ട് ഗ്ലോസ്റ്റർ എവിടെയാണ്? കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലോസ്റ്റർ 1818 സ്ഥാപിതമായത്. എന്നാൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണി മില്ല് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈയിലാണ്. മുംബൈയിലാണ് ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണി മില്ല് സ്ഥാപിതമായത്. അത് 1854 ഇതൊക്കെ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പത്താണ്. നമ്മൾ പറഞ്ഞു പരുത്തി തുറമുഖമാണ് മുംബൈ. കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് എവിടെയാണ്? ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്. 1818 കൊൽക്കത്തയിലാണ്. ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് എവിടെയാണ്? മുംബൈയിലാണ്. നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പത്താണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം ഏതാ? മാഞ്ചസ്റ്റർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം, ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ. ഇനി നമുക്കറിയാം എന്താണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഏതാ? അഹമ്മദാബാദാണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് പറയാം. ഇനി വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ, ഇതും ചോദിച്ചിട്ടുണ്ട്. വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കാൺപൂരാണ്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ്. ഇനി അതേപോലെ കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഏതാ? കണ്ണൂരാണ്. കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായം മാഞ്ചസ്റ്ററാണ്. ഇനി ചണ വ്യവസായം. അപ്പോൾ ചണം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഫൈബറാണ് ചണം.
ഓക്കെ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നതാണ് ചണം. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. എന്നാൽ ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖമാണ് ഏത്? ഇന്ത്യൻ തുറമുഖം ഏതാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഇന്ത്യൻ തുറമുഖം കൊൽക്കത്തയാണ്. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അതിൽ കൊൽക്കത്ത തുറമുഖത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആദ്യത്തെ ചണമില്ല് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചണമില്ല് റിഷ്രയിലാണ് സ്ഥാപിതമായത്. റിഷ്ര 1858 1858 റിഷ്ര. ഇനി ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്ന 1971 ചോദിച്ചിട്ടുണ്ട്. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1971 ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ കൊൽക്കത്ത. ഇനി പഞ്ചസാര. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലാണ്. എന്നാൽ ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ക്യൂബയാണ്. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് എവിടെയാണ്? ലക്നൌവിലാണ്. ലക്നൗ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലക്നൗ. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാൺപൂരാണ്. പഠിച്ചു വയ്ക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ലക്നൗ, നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് കാൺപൂരുമാണ്. ഇനി പട്ടുനൂൽ ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനം ചൈനയ്ക്കാണ്. ഇന്ത്യക്ക് 2ാം സ്ഥാനമാണുള്ളത്. ഇനി ഏറ്റവും കൂടുതൽ സംസ്ഥാനം പട്ടുനൂൽ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. ഇനി ആസാമിലുള്ള ഒരു പ്രത്യേക തരം സിൽക്കാണ് ഏത്? മൂഗാ സിൽക്ക്. ആസാമിലുള്ള പ്രത്യേകതരം സിൽക്കാണ് മൂഗാ സിൽക്ക്. അപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മൂഗ ഏതിനത്തിൽപ്പെട്ട കൃഷി രീതിയാണെന്നുള്ളത്. അപ്പോൾ മൂഗ എന്ന് പറയുന്നത് പട്ടുനൂലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാ? മൂഗ എന്ന് പറയുന്നത് സെറികൾച്ചർ ആണ് കേട്ടോ. സെറികൾച്ചർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സെറികൾച്ചർ. ഇനി സെൻട്രൽ സിൽക്ക് ബോർഡ് എവിടെയാ? സെൻട്രൽ സിൽക്ക് ബോർഡ് ബാംഗ്ലൂരുവിലാണ് സെൻട്രൽ സിൽക്ക് ബോർഡ് ഉള്ളത്. ഇനി തേയില ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാ? ആസാമാണ്. ഇത് പഠിച്ചു വയ്ക്കുക. തേയിലയ്ക്ക് വേണ്ടത് 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിലുമുള്ള കുന്നിൻ ചെരുവുകളിലാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഇതിന് ആവശ്യം. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പ്രീവിയസ് ആയിട്ട്. അപ്പോൾ പഠിച്ചു വെക്കണം. ടെമ്പറേച്ചറും എത്ര സെൻറ്റിമീറ്റർ വർഷപാതവുമാണ് വേണ്ടത്, അതിനനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണെന്നുള്ളതും പഠിച്ചു വെക്കണം. ഓക്കെ. ഇനി പേപ്പർ എന്ന് പറയുമ്പോൾ പേപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മില്ല് എവിടെയാണ് സ്ഥാപിതമായിട്ടുള്ളത്? സെറംപൂരിലാണ്. സെറംപൂർ എവിടെയാണത്? പശ്ചിമ ബംഗാളിലാണ് ഈ സെറംപൂർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽസ് അല്ലെങ്കിൽ ആദ്യ ന്യൂസ് പ്രിന്റ് മില്ല് സ്ഥാപിതമായത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നേപ്പാനഗറിലാണ്. പഠിച്ചു വയ്ക്കുക. നേപ്പാനഗർ. അതെവിടെയാണ് നേപ്പാനഗർ? മധ്യപ്രദേശിലാണ്. നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽസ് അല്ലെങ്കിൽ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് മില്ല് സ്ഥാപിതമായിട്ടുള്ളത് മധ്യപ്രദേശിലെ നേപ്പാനഗറിലാണ്. ഇനി ക്ഷീര വ്യവസായം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ളതും ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഇന്ത്യയാണ്. ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ്. എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എവിടെയാണ്? ആനന്ദ് എവിടെയാണ്? ഗുജറാത്ത്. എന്നാൽ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ ഹരിയാന. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആനന്ദ്, ഗുജറാത്ത്. രണ്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആനന്ദ്, ഗുജറാത്ത്, കർണാൽ, ഹരിയാന. ഇനി കമ്പിളി. ലോകത്തെ ഏറ്റവും കൂടുതൽ കമ്പിളി വ്യവസായങ്ങളുള്ളത്, ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ആദ്യ കമ്പിളി വ്യവസായ മില്ല്
ആദ്യത്തെ ഫസ്റ്റ് മില്ല് സ്ഥാപിതമായിട്ടുള്ളത് പക്ഷേ എവിടെയാണ്? കാൺപൂരാണ്. ഫസ്റ്റ് മില്ല് സ്ഥാപിതമായത് കാൺപൂരാണ്. ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനാണ്. ആദ്യത്തെ മില്ല് സ്ഥാപിതമായത് എവിടെയാണ്? കാൺപൂരാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാലയാണ് ദിഗ്ബോയ് ആസാം. ദിഗ്ബോയ് ആസാമാണ് ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാ? ഏറ്റവും വലുത് ജാംനഗറാണ്. ജാംനഗർ എവിടെയാണ്? ഗുജറാത്തിലാണ്. ജാംനഗർ ഗുജറാത്ത്. ഏറ്റവും പഴക്കമേറിയത് ദിഗ്ബോയ് ആസാമാണ്. ദിഗ്ബോയ് ആസം. ഓക്കെ. ഇനി ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? മുംബൈ ഹൈ ആണ്. മുംബൈ ഹൈ ആണ്. ഇനി ബറൗനി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ബറൗനി ബീഹാറിലാണ്. കൊയാലി എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി കേരളത്തിലെ എണ്ണ ശുദ്ധീകരണശാലയാണ് അമ്പലമുകൾ. കേരളത്തിലുള്ളതാണ് അമ്പലമുകൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെയുള്ളതാ ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ എണ്ണ ശുദ്ധീകരണശാല. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ എണ്ണ ശുദ്ധീകരണശാല എവിടെയാണുള്ളത്? ഗുവാഹത്തിയിലാണ്. ഗുവാഹത്തി എണ്ണ ശുദ്ധീകരണശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ എണ്ണ ശുദ്ധീകരണശാല. ഇനി ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെ പറ്റിയിട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവ. നോക്കി വയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവ. അപ്പോൾ ഇതൊക്കെ പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്കറിയാം. മർമഗോവ എവിടെയാണ്? ഗോവയിലാണ്. സേലം, നീലഗിരി എന്നൊക്കെ പറയുന്നത് തമിഴ്നാട്ടിലാണ്. അതുപോലെ സിംഗം ദുർഗ് ചോദിച്ചിട്ടുള്ളതാണ് ജാർഖണ്ഡാണ്. സുന്ദർഗഡ്, അതുപോലെ മയൂർഭഞ്ച് ചോദിച്ചിട്ടുണ്ട്. ധാർ എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. ഇനി ബെല്ലാരി, ചിക്ക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ് എന്നൊക്കെ പറയുന്ന ഖനന മേഖലകൾ കർണാടകത്തിലാണ്. ഇതെല്ലാം ടെക്സ്റ്റിലുള്ളതായതുകൊണ്ട് മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. അതിലേത് വേണമെങ്കിലും ചോദിക്കാം. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ, അതേപോലെ തന്നെ സിംഭം ദുർഗ്, ബെല്ലാരി, ചിക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്, മർമഗോവ, സേലം, നീലഗിരി. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്. എല്ലാം കാണാതെ തന്നെ ഇതുപോലെ പഠിച്ചു വയ്ക്കണം. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എവിടെയാണത് സ്ഥിതി ചെയ്യുന്നത്? ജംഷഡ്പൂർ, ജാർഖണ്ഡിലെ ജംഷഡ്പൂരാണ്. ഇനി പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാ? സ്വകാര്യ മേഖലയിലാണ് ടിസ്കോ. എന്നാൽ പൊതുമേഖലയിലാണെങ്കിൽ IISCO ആണ്. അതായത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇസ്കോ ആണ്. അല്ലെ ടിസ്കോ എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖല, ഇസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അതെവിടെയാണ്? കുൾട്ടി, ബർൺപൂർ, അതുപോലെ ഹിരാപൂർ, പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ. ഓക്കെ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് കർണാടകയിലെ ഭദ്രാവതിയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത്, അതുപോലെ പൊതുമേഖലയിലെ ആദ്യത്തേത്, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ പറയുന്നതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ഭിലായിയുടെയും അതുപോലെ റൂർക്കേല, ദുർഗാപൂർ, ബൊക്കാറോ. ഭിലായ് എന്ന് പറയുന്നത് ദുർഗ് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ്. റൂർക്കേല ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. ദുർഗാപൂർ എവിടെയാ? പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ. ബൊക്കാറോ ജാർഖണ്ഡ്, ബൊക്കാറോ. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും പഠിക്കുക. ഭിലായ് ഛത്തീസ്ഗഡ് ആണ്, റൂർക്കേല ഒഡീഷ, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡ്. ഇനി ഭിലായ് സ്ഥാപിതമായത് 1959-ലാണ്. ഇത് രണ്ടും 1959-ലാണ്, ഭിലായും റൂർക്കേലയും. എന്നാൽ ദുർഗാപൂർ 1962-ലും ബൊക്കാറോ 1964-ലുമാണ്. ഇനി ഏതൊക്കെ രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളതെന്നും കൂടെ പഠിക്കണം. ഭിലായ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ്, റഷ്യയുടെ സഹായത്തോടെ. അതുപോലെ ബൊക്കാറോയും റഷ്യയുടെ സഹായത്തോടെയാണ്, ജാർഖണ്ഡിലാണ്.
റൂർക്കേല എന്ന് പറയുമ്പോൾ ജർമ്മനി, കണ്ടോ റൂർക്കേല ജർമ്മനി. ദുർഗാപൂർ ആണെങ്കിൽ ഏതാ? UK ആണ്, ബ്രിട്ടൻ ആണ്. ദുർഗാപൂർ ബ്രിട്ടൻ ആണ്. റൂർക്കേലയാണ് ജർമ്മനി. വർഷം പഠിക്കണം. 1959 ബിലായും റൂർക്കേലയും. 1962 ദുർഗാപൂർ. 64 ഏത്? ബൊക്കാറോ. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് കുൾട്ടിയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് കുൾട്ടിയിലാണ്. പക്ഷേ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചത് അത് വലിയ തോതിലാണ്. നമ്മൾ പറഞ്ഞു വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് കുൾട്ടിയിൽ. പക്ഷെ സ്റ്റാർട്ടിംഗ് ആയിട്ട് ആദ്യം തന്നെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശം, തുടക്കം കുറിച്ചത് എവിടെയാണ്? പോർട്ടോനോവയാണ്. പോർട്ടോനോവ എവിടെയാ? തമിഴ്നാടാണ്. പോർട്ടോനോവ തമിഴ്നാടിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യത്തേതും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ വലുതും ദക്ഷിണേന്ത്യയിലും ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓരോന്നും ഏത് സംസ്ഥാനത്താണെന്നും ഏതിൻ്റെ സഹായത്തോടെയാണെന്നും ഏത് വർഷമാണെന്നും പിന്നെ ഇതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ അതൊക്കെയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ നമ്മൾ വ്യവസായങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ പറയാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. 2023, 2024 എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും പരീക്ഷയ്ക്ക് മുമ്പായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്